CV ധനരാജിന്റെ 8ാമത് രക്തസാക്ഷി ദിനാചരണം കുന്നരുവിൽ നടന്നു. പാലിൽ പോഷക ഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലുണ്ട്. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. RSS ക്രിമിനൽ സംഘം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ CPIM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും DYFI മുൻ ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായിരുന്ന കുന്നരു കാരന്താട്ടെ CV ധനരാജിന്റെ 8ാമത് രക്തസാക്ഷി ദിനാചരണ പരിപാടിയിൽ പങ്കെടുക്കാൻ ആയിരങ്ങൾ കാരന്താട്ടെത്തി. രാവിലെ കുന്നരു ലോക്കലിലെ 15 ബ്രാഞ്ചുകളിലും കാരന്താട്ടെ രക്തസാക്ഷി മണ്ഡപത്തിലും പതാക ഉയർത്തി. രക്തസാക്ഷി മണ്ഡപത്തിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ പതാക ഉയർത്തി പുഷ്പാർച്ചനയും നടന്നു. വൈകിട്ട് രക്തസാക്ഷി മന്ദിരം കേന്ദ്രീകരിച്ച് കുന്നരു തെക്കേ ഭാഗത്ത് പ്രകടനം നടന്നു. തുടർന്ന് ബാങ്ക് പരിസരത്ത് നടന്ന അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് മുസ്ലിം. വളരെ നിശബ്ദമായി ഹിന്ദു രാഷ്ട്രം, ഹിന്ദുത്വ അജണ്ട BJP കൈകാര്യം ചെയ്യുന്നത് പോലെ ഇന്ത്യ മാത്രമല്ല ലോകം തന്നെ ഇസ്ലാമിക് ലോകമാവണം എന്ന തീവ്ര വലതുപക്ഷ ന്യൂനപക്ഷ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട് കേരളത്തിൽ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം നമ്മുടെ മലബാർ തന്നെയാണ്. തീവ്ര വലതുപക്ഷമാണ്, ന്യൂനപക്ഷ വർഗീയതയാണ്, മതമൗലികവാദികളാണ്. അതിലൊരു വിഭാഗമാണ് SDPI. മറ്റൊരു വിഭാഗമാണ് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്ത് ഇസ്ലാമി. ഇതെല്ലാം ലോകം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രമാക്കി ലോകമാക്കി മാറ്റണമെന്ന് സാർവദേശീയ നിലപാടങ്ങിയിരിക്കുന്നവരാണ്. അവരാരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. അവരാരും ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പരസ്യമായി ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ടോ മറ്റേതെങ്കിലും ശക്തികൾക്കെതിരായോ പരസ്യ പ്രവർത്തനം ഉണ്ടായില്ല. പക്ഷേ വനിതാ സ്കോർ ഉൾപ്പെടെ, ജമാഅത്ത് ഇസ്ലാമിൻ്റെ വനിതാ സ്കോർ ഉൾപ്പെടെ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മർമറിങ് മാത്രമല്ല സ്കോർ വർക്ക് ഉൾപ്പെടെ നടത്തും. നിർദോഷമായ രീതിയിലാണ് അവതരിപ്പിച്ചത്. നിങ്ങൾ CPM തന്നെ വോട്ട് ചെയ്തോ, പ്രശ്നമില്ല. പക്ഷേ ഇപ്രാവശ്യം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ആർക്കെങ്കിലും ജയിക്കാൻ സാധിക്കുമെങ്കിൽ ജയിക്കേണ്ടത് കോൺഗ്രസ്. നിർദോഷമായ രീതിയിലുള്ള വിശദീകരണം, പക്ഷേ നല്ല വിഷമാണ്. നല്ല ഒരു മതപരമായ ഏകീകരണം, അതിൻ്റെ മുമ്പന്തി ലീഗ്, അതിൻ്റെ ഒപ്പം ചേർന്ന് കോൺഗ്രസ്, ഇവരെല്ലാം ചേർന്ന് ഈ വർഗീയ തീവ്രവാദ ശക്തികളുമായി ഒപ്പം ചേർന്ന് ഒരു സ്ഥാനാർത്ഥിയും അവർ പ്രത്യേകം നിർത്താതെ ഈ UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് 10,000-കണക്കിന് വോട്ട് ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും അനുകൂലമായിട്ട് നൽകി. അതാണ് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനം. കുന്നരു ലോക്കൽ സെക്രട്ടറി പണ്ണേരി രമേശൻ സ്വാഗതവും സംഘാടക സമിതി ചെയർമാൻ K വിജീഷ് അധ്യക്ഷതയും വഹിച്ച പരിപാടിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ MLA, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ C കൃഷ്ണൻ, V നാരായണൻ, പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P സന്തോഷ്, DYFI ജില്ലാ സെക്രട്ടറി സരിൻ ശശി എന്നിവർ സംസാരിച്ചു. തുടർന്ന് രക്തസാക്ഷി സ്മാരക വായനശാല ചെറുപ്പാറ വനിതാവേദിയുടെ ജാലകം സംഗീത ശില്പവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പാലിൽ പോഷക ഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലില്ല എന്നല്ലേ ടീച്ചർ ഇന്നലെ പറഞ്ഞേ? അങ്ങനെ ഒരു പാലുണ്ട്. ജനതാ പാൽ. നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിലെത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷക ഗുണങ്ങളുമുള്ള പാലേതാണ്? ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം.